എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു പാലട പ്രഥമനാണ്. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെരുന്നാളിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പാലട പ്രഥമൻ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു പാലട പ്രഥമനത്തിന്. നിങ്ങൾക്ക് അറിയാലോ, അപ്പൊ പാലട പ്രഥമൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് എപ്പോഴും നാവിൽ തന്നെ ഉണ്ടാവൂലേ. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നത് നിൽക്കേണ്ട ഈ ചാനൽ സബും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം കേട്ടോ. ഞാൻ എന്താ ഒരു 1/2 കപ്പ് അളവിൽ ആ പാലട അടയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 60 ഗ്രാം അടയാണുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിൽ അധികം പഞ്ചസാര, 1/2 കപ്പിൽ താഴെയും 1/4 കപ്പിൽ കൂടുതലായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് കാരമലായിട്ട് എടുത്ത് കിട്ടണം. അപ്പൊ അതൊന്ന് കാരമലായി വരട്ടെ. ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ട് അട നന്നായിട്ട് വെന്ത് വരണേ. ഇനി വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് എന്താ വെച്ചാൽ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചു മാറ്റാം. അപ്പൊ ഇവിടെ അരിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മളെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കാരമലായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പഞ്ചസാര മെൽറ്റ് ആക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീ നന്നായിട്ട് കൂട്ടി കൊടുക്കരുത്. ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് കാരമലാക്കി എടുക്കാം. ഒരുപാട് തീ കൂട്ടി കൊടുത്താൽ നമ്മളെ കാരമൽ ഒരു ചൊവ വരും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. അപ്പൊ കുറച്ച് സമയമാകുമ്പോൾ നമ്മൾ ആ പഞ്ചസാര കട്ടയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് വേണം നമ്മൾ തിളപ്പിച്ചെടുത്ത് ഊറ്റി വെച്ചിട്ടില്ലേ ആ ഒരു അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടും തിളച്ചു വരുന്ന ടൈമിൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒന്നും കൂടി ആ ഒരു പാനിയിൽ കടന്ന് വെന്ത് ഇത്തിരി വെള്ളം പറ്റുന്നു. കുറച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഒരു 500 പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ പാല് കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളെ അട കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ഒത്തിരി ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പൊ അതിലേക്ക് ആവശ്യത്തിലുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇടക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം സെറ്റ് ആയി കിട്ടിക്കോളൂ കേട്ടോ. അപ്പൊ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണേ. നമുക്ക് പെരുന്നാൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിന്റെ റെസിപ്പി തന്നെയാണ്. കാരണം വേഗം തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ചേരുവകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പെരുന്നാളിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് വറ്റി നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു കളർഫുള്ളിലായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതിന് ഇതിലേക്ക് കുറച്ച് ചുക്ക്, അതുപോലെ തന്നെ ഏലക്ക, ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടെ പൊടിച്ചതാട്ടാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കാഷ്യൂസും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പാലട പ്രഥമന്റെ റെസിപ്പിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സംഭവം ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു തിക്കിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടി കൂടുകയാണെങ്കിൽ ഇത്തിരി പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാലട പ്രഥമന്റെ റെസിപ്പിയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ഫീഡ്ബാക്ക് ഒന്ന് താഴെ എപ്പോഴെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് പറയാ. അപ്പൊ നിങ്ങളെ കമന്റും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുമ്പോഴേ നമുക്ക് വീണ്ടും വേറെ റെസിപ്പിയൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.